മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധാരാളം വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ളവർക്കും കുറേയധികം പുരോഗമന ചിന്താഗതികൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കുമെല്ലാം ഒരു ധാരണയുണ്ട്, സയൻസ് അല്ലാത്തതിനെ എങ്ങനെയാ സ്വീകരിക്കുക, അതിൽ സയൻസ് ഉണ്ടോ, ശാസ്ത്രമുണ്ടോ, സയൻസും അല്ലെങ്കിൽ സയന്റിഫിക് അപ്രോച്ചും ഇല്ലാത്തതെല്ലാം അന്ധവിശ്വാസമല്ലേ, അത് ദുരാചാരമായി തീരില്ലേ, ഇങ്ങനെയുള്ള ധാരണകൾ ധാരാളം പേർക്കുണ്ട്. ഏത് ബുദ്ധിജീവിയോടും ഏത് യുക്തിവാദിയോടും ഏത് പുരോഗമനവാദി ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരോടും പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ലോകത്തിലെ എല്ലാ പ്രതിഭാസങ്ങളും സയൻസ് ഉപയോഗിച്ച് അളക്കാനോ വിലയിരുത്താനോ സാധിക്കില്ല. ഇന്നലെ പ്രഗത്ഭനായിട്ടുള്ളൊരു ഡോക്ടർ പറയേണ്ടത്, മനുഷ്യ ശരീരത്തെക്കുറിച്ച് 0.4% പോലും ഡോക്ടർമാർക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഏതാണ്ട് അറിയാവുന്നതും അല്ലെങ്കിൽ ശരീരം പ്രതികരിക്കുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതി അതിങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് ധരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും വിവരിക്കുന്നു, ചികിത്സിക്കുന്നു, സർജറി നടത്തുന്നു. പക്ഷെ ഡോക്ടർമാരെ കൈവിട്ട ആയിരക്കണക്കിന് കേസുകളിൽ രോഗി നല്ല രീതിയിൽ ജീവിച്ചു വന്നിട്ടുണ്ട്. ഡോക്ടർമാരെ ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് ഉറപ്പ് പറഞ്ഞ കാര്യങ്ങളിൽ രോഗി മരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ കുറിച്ചിട്ടുള്ള, പ്രകൃതിയെ കുറിച്ചിട്ടുള്ള, ജീവജാലങ്ങളെ കുറിച്ചിട്ടുള്ള, മനുഷ്യന്റെ കർമ്മ വീക്ഷണ പരിപാടികളെ കുറിച്ചിട്ടുള്ള ഓരോ മണ്ഡലത്തിലുമുള്ള അറിവ് സയൻസിന് 100% വിവരിക്കാൻ സാധിക്കുമെന്ന ധാരണ തെറ്റാണ്. നമ്മുടെ വേദങ്ങളിൽ യജുർവേദത്തിന്റെ 40-ാം അധ്യായമായ ഈശാവാസ്യോപനിഷത്തിലെ 9-ാമത്തെ വരിയിൽ പറയുന്നു, അന്ധം തമ പ്രവിശന്തി ഏ അവിദ്യാമുപാസതേ തതോ ഭൂയ ഇവതേതമോ യവു വിദ്യായാം രതാഹ. ആരാണോ സയൻസ് കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത്, അയാൾ കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക്, അന്ധം തമഹ, കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് സ്വയം അവർ പ്രവേശിക്കുന്നു. സയൻസ് കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും വിവരിക്കാൻ സാധിക്കില്ല, പരിഹരിക്കാൻ സാധിക്കില്ല. തതോ ഭൂയ ഇവതേതമോ യവു വിദ്യായാം രതാഹ. അത് തന്നെ സംഭവിക്കുന്നു. ആത്മീയത കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ആരാണോ വിചാരിക്കുന്നത്, അവരും കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് സ്വയം നയിക്കുന്നു. അപ്പോൾ വളരെ ക്ലിയറാണ്, സയൻസും ആത്മീയതയും നമുക്ക് ഒരുമിച്ച് ചേർക്കേണ്ടത് ആവശ്യമാണ്. ചില വ്യക്തികൾക്ക് ഒരു ധാരണയുള്ളത് സയൻസ് അല്ലാത്തതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന്. അങ്ങനെ സയൻസ് കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത ധാരാളം പ്രതിഭാസങ്ങളുണ്ട്. സയൻസ് കൊണ്ട് വിവരിക്കാൻ പറ്റുന്നതിൽ തന്നെ 100% തെറ്റായിട്ടുള്ളതുണ്ട്. സയൻസിന്റെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സയൻസിന്റെ കോൺട്രിബ്യൂഷനാണ് പ്ലാസ്റ്റിക്. ഇന്ന് പ്ലാസ്റ്റിക് കുറേയൊക്കെ ഗുണമുണ്ടെങ്കിലും അതിൽ വളരെയധികം ദൂഷ്യമുള്ളത് കൊണ്ട് പ്ലാസ്റ്റിക് വിമുക്ത പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും വരെ ഉണ്ടായിരിക്കുന്നു. കീടനാശിനികൾ, ഇന്ന് രോഗത്തിന് 90% കാരണം കീടനാശിനികളാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അനവധി മരുന്നുകൾ അതിന് ക്യൂറേറ്റീവ് എഫക്റ്റ് ഉള്ളതിനേക്കാൾ കൂടുതൽ സൈഡ് ഇഫക്റ്റ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ധാരാളം റെഡിമെയ്ഡ് ഫുഡുകൾ, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകൾ, ഇതൊക്കെ സയൻസിന്റെ കോൺട്രിബ്യൂഷനാണ്. അതെങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ എന്ന് ആലോചിച്ച് നോക്കാം. ഈ സയൻസിന്റെ കോൺട്രിബ്യൂഷനാണ് ജലമലിനീകരണത്തിനും വായു മലിനീകരണത്തിനും ഏറ്റവും അധികം കാരണമായി തീരുന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുകയും വനം നശിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ പുറകിലൊക്കെ കുറേയൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഡെവലപ്മെന്റിന്റെ പിൻബലമാണ് അതിനുള്ളത്. അപ്പൊ സയൻസ് കൊണ്ട് നമുക്ക് നേടാൻ ധാരാളം കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് നിലനിർത്തുക തന്നെ വേണം. പക്ഷെ സയൻസ് ആണെങ്കിലേ സ്വീകരിക്കുള്ളൂ എന്ന ധാരണ തെറ്റാണ്. സംഗീതം കൊണ്ട്, മ്യൂസിക് തെറപ്പി കൊണ്ട്, നല്ല സംഗീതം കേൾക്കുമ്പോൾ തലച്ചോറിനകത്ത് ക്യൂറേറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഹോർമോണുകൾ ഉണ്ടാവുന്നു. പക്ഷെ സംഗീതം സയൻസ് അല്ല, ശരീരത്തിൽ മാറ്റം ഉണ്ടാവുന്നു. അപ്പോൾ അതുകൊണ്ട് സംഗീത ചികിത്സ നല്ലതാണ്. യോഗ ചികിത്സ ഞാൻ 2 ദിവസമായിട്ട് പറഞ്ഞതാണ്. സൂര്യ നമസ്കാരം വളരെ നല്ലതാണ്. പ്രാണായാമം ചെയ്യുന്നത് സയൻസ് കൊണ്ട് വിവരിച്ചാലും വിവരിച്ചില്ലെങ്കിലും അത് വളരെ നല്ലതാണ്.
ഈ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് കുറെ ജർമ്മൻകാര് പണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വന്ന് മണ്ടരി രോഗം ബാധിച്ച തെങ്ങുകളില് ആ മണ്ടരി കീടാണുക്കളെ നശിപ്പിക്കാൻ എളുപ്പവഴി കണ്ടെത്തിയത് ഗണപതി ഹോമം ചെയ്യുന്ന ചെറിയൊരു പാത്രത്തില് ചകിരിയും ചിരട്ടയും അതുപോലെ തന്നെ നാളികേരത്തിന്റെ കഷ്ണവും ഇട്ട പുക, ആ പുക തെങ്ങിന്റെ മണ്ടയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഈ മണ്ടരി രോഗം ഉണ്ടാക്കുന്ന രോഗാണുക്കള്, വീവിൾസ്, ഈച്ചകള് അതെല്ലാം ഇല്ലാതെയാകുമെന്ന് തെളിയിച്ചിരിക്കുന്നു. ഗണപതി ഹോമത്തിൽ സയൻസ് ഉണ്ടാവണമെന്നില്ല, അതിന്റെ പ്രയോഗത്തിൽ സയൻസ് ഉണ്ട്. വേറെ ചിലർ പറയാറുണ്ട് യോഗ ചെയ്യുമ്പോൾ അതൊരു പ്ലേസ്ബോ ഇഫക്റ്റ് ആണ്, എൻ്റെ അസുഖം മാറി എന്ന തോന്നലാണ് യോഗയെ സയൻസ് ആക്കുന്നത്. എൻ്റെ രോഗം മാറി എന്നൊരു തോന്നല് എൻ്റെ രോഗം മാറ്റുമെങ്കിൽ അതിലെന്താ കുഴപ്പം? 100 വ്യക്തികളില് 10ഓ 15ഓ പേർക്ക് മാത്രമേ ഒരു പ്രത്യേക ചികിത്സാ സമ്പ്രദായം ഫലിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് സയൻസ് അല്ല. ഒരു പ്രത്യേക ചികിത്സാ സമ്പ്രദായത്തിലൂടെ 10ഓ 12ഓ പേർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ അതിലെന്താ കുഴപ്പം? മോഡേൺ മെഡിസിൻ ഉപയോഗിച്ച് 80 പേർക്ക് അസുഖം മാറുന്നു എങ്കിൽ പഴയ ചികിത്സാ സമ്പ്രദായത്തിൽ 25 പേർക്കാണ് മാറുന്നതെങ്കിൽ 25 പേർക്ക് മാറിയതിൽ അവർ കഴിച്ച മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് ഇല്ല, ഇനി വേറൊരു രോഗം വരില്ല എങ്കിൽ 80 രോഗികൾക്ക് രോഗം മാറി ആ കഴിച്ച മരുന്നിന്റെ സൈഡ് ഇഫക്റ്റും വേറെ രോഗം വരാനുള്ള സാധ്യതയും ഉണ്ടെങ്കിൽ 80 പേരുടെ രോഗം ഇനി രോഗം വരാനുള്ള സാധ്യതയോടുകൂടി മാറുകയും 25 പേരുടെ രോഗം ഇനി രോഗം വരാൻ സാധ്യതയില്ലാതെ മാറുകയും ചെയ്താൽ രണ്ടും തുല്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ചരട് കെട്ടുന്നത് അതിനകത്ത് സയൻസ് ഒന്നും ഇല്ല, പക്ഷെ അതിനകത്ത് സൈക്കോളജിക്കലി ഒരു റിലീഫ് കിട്ടുമെങ്കിൽ ആ സൈക്കോളജിയാണ് ആപ്ലിക്കേഷൻ ഉള്ളത്. അതിൽ സയൻസ് ഉണ്ടാവണമെന്നില്ല, അത് ലോജിക്കൽ ആവണമെന്നില്ല, അത് റാഷണൽ ആവണമെന്നില്ല, പക്ഷെ അത് യൂസ്ഫുൾ ആണ്, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണത്. എത്രയോ എത്രയോ യുക്തിവാദികള് എത്ര ഭംഗിയായിട്ടാണ് ഇപ്പൊ ഈശ്വര വിശ്വാസികളായത്. ഈശ്വരനുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ലോകത്തിൽ ഒരാൾക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ഈ ഈശ്വരൻ എന്ന പ്രതിഭാസത്തെ വാക്കുകൾ കൊണ്ട് വിവരിക്കാനേ സാധിക്കില്ലെന്ന് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച ഋഷിവര്യന്മാര് പറയുന്നു. നത്ര ചക്ഷുർ ഗച്ഛതി, കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. നത്ര വാക് ഗച്ഛതി, വാക്കുകൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല. നോ മനഃ, ഈശ്വരനെ മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധിക്കില്ല. ന വിദ്മോ, ഈശ്വരനെ കുറിച്ച് അറിയുന്നവർ ആരുമില്ല. ന വിജാനീമോ, ഈശ്വരനെ കുറിച്ച് അറിയിക്കാൻ കഴിവുള്ളവരും ഈ ലോകത്തിൽ ആരും ഇല്ലെന്ന് പറഞ്ഞത് ഉപനിഷത്തിന്റെ ലെവലിലെത്തിയവരാണ്. അപ്പോ ഈശ്വരനില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു എന്ന് വിചാരിക്കാം, ഒരു തെറ്റുമൊന്നുമില്ല. പക്ഷെ ഈശ്വരനുണ്ട്, അതിലെ വിശ്വാസം എന്നെ ഒത്തിരി സഹായിക്കുന്നു. അപ്പൊ അത് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? ശരിക്കും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്ന രോഗിയുടെ ബന്ധുക്കൾ പുറത്തിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ന് വിചാരിക്കുക, എനിക്ക് പരിമിതിയുണ്ട്, ഞാൻ ശ്രമിക്കാം, വിജയിക്കണം എന്ന് നിർബന്ധമില്ല, നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു വിചാരിക്കുക. അവിടെ ഈശ്വരൻ എന്ന പ്രതിഭാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അവിടെ മനസ്സിന് ആശ്വാസം തരാൻ ആ ഒരു പ്രക്രിയ മാത്രമേ ലോകത്തിൽ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് സയൻസ് ആണെങ്കിലേ ഞാൻ സ്വീകരിക്കുള്ളൂ, സയന്റിഫിക് അല്ലാത്തത് സ്വീകരിക്കില്ല. ഈ അച്യുതാനന്ദൻ സാർ തന്നെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, നിരന്തരം യോഗ ചെയ്യുന്നുണ്ട്, അദ്ദേഹം വേദമന്ത്രം കേൾക്കുന്നുണ്ട്. അദ്ദേഹം രാഹുകാലം നോക്കിയിട്ടാണ് മുഖ്യമന്ത്രി ആയ സമയത്ത് സത്യപ്രതിജ്ഞ ചെയ്തത്. അല്ല എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ തന്നെ ജ്യോത്സ്യൻ കണ്ണൂരിലുള്ള പരമേശ്വരൻ നമ്പൂതിരിയായത് പറഞ്ഞത്. എത്ര മാർക്സിസ്റ്റ് പാർട്ടിക്കാരും മെമ്പർമാരാണെന്നറിയാമോ? പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനും ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനും നോമിനേഷൻ കൊടുക്കുമ്പോൾ ഈ നമ്പൂതിരി പറഞ്ഞ ജ്യോതിഷത്തിലെ സമയം നോക്കി കൊടുത്തത് എത്ര പേരാണെന്നറിയാമോ? അപ്പോ പുറമേ കുറെ ശാസ്ത്ര ചിന്താധാരകൾ വേണമെന്ന് പറയുകയും അകത്ത് സയൻസ് അല്ലാത്തത് എന്നല്ല എന്തും സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരും ധാരാളം പേരുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും, നിങ്ങൾക്ക് ഏതാണോ ഫലപ്രദമായത്, ഒരു പ്രാണിക് ഹീലിംഗ്, അത് നിങ്ങളുടെ ശരീരത്തിന് വർക്ക് ചെയ്യുമെങ്കിൽ ധൈര്യമായിട്ട് അത് സ്വീകരിക്കാം. അതൊരു പക്ഷെ സയൻസ് കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല. സയൻസ് കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്തതൊക്കെ സയൻസ് അല്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ചേതനാ തെറാപ്പി, പ്രാണായാമം, യോഗ, ആയുർവേദം, ഹോമിയോപ്പതി, അതുപോലെയുള്ള മന്ത്രജപം, മന്ത്രശ്രവണം, ധ്യാനം, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത്
മനസ്സിനോ ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും തിന്മ വരാത്ത വിധത്തിലുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നിങ്ങൾക്കത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുമെങ്കിൽ അത് പകർത്താനുള്ള മനസ്സിനെയാണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുക. സയൻസ് കൊണ്ട് ഒരുപക്ഷെ തെളിയിച്ചിട്ടുണ്ടാവാം, തെളിയിച്ചിട്ടില്ലായിരിക്കാം. സയൻസ് കൊണ്ട് തെളിയിക്കാൻ പറ്റാത്തത് ധാരാളമുണ്ട്. ചില കുട്ടികൾ ചിത്രം വരയ്ക്കാൻ വളരെ കഴിവുള്ളവരാണ്. എങ്ങനെയാ സയൻസ് കൊണ്ട് വരയ്ക്കുക? കുമാരനാശാനെ പോലെ ധാരാളം പേരുണ്ടായിരുന്നു. കുമാരനാശാൻ എഴുതിയ കവിതകൾ പോലെ അവർക്ക് എഴുതാൻ പറ്റുന്നില്ല. എന്താ കാരണം? സയൻസ് കൊണ്ട് എങ്ങനെയാ വിവരിക്കുക? ധാരാളം കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ സയൻസ് ശാസ്ത്രമല്ലാത്തത് നിങ്ങളുടെ അന്ധവിശ്വാസം കൊണ്ടാണ് നിങ്ങളുടെ രോഗം മാറുന്നതെങ്കിൽ ആ അന്ധവിശ്വാസത്തിനെയാണ് നന്മ എന്ന് പറയുന്നത്. നിങ്ങൾ ഈശ്വരനെ ആരാധിക്കുമ്പോൾ എൻ്റെ അസുഖം മാറി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ധൈര്യമായിട്ട് അത് ചെയ്യണം. ഇവരുടെ സർട്ടിഫിക്കറ്റോ യുക്തിവാദികളുടെയും ബുദ്ധിജീവികളുടെയും സർട്ടിഫിക്കറ്റോ ഒന്നുമല്ല വേണ്ടത്. യുക്തിവാദികളുടെ ആൾ കേരള നേതാവിൻ്റെ ജോയിന്റ് സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ അദ്ദേഹം കഴിഞ്ഞ 3 ദിവസം മുമ്പ് വിവാഹം കഴിച്ചതിനെ കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെച്ച് ചന്ദനം തൊട്ട് മാലയിട്ട് പൂജാരിയുടെ സാന്നിധ്യത്തിലാണ് വിവാഹം കഴിച്ചത്. പുറത്തിരുന്നുകൊണ്ട് ഓരോന്നും പറയാം, പക്ഷെ അകത്ത് അവനവന്റെ കാര്യം വരുമ്പോൾ ഈ പുരോഗമന നേതാക്കന്മാരെല്ലാവരും തന്നെ ഈ ശാസ്ത്രവീക്ഷണം സയന്റിഫിക് ടെമ്പർ വേണമെന്ന് പുറത്ത് അണികളോട് പറയുകയും അതൊക്കെ ഇല്ലാത്തൊരു ജീവിതം നയിക്കുകയും ചെയ്യാം. ശരിക്കും അങ്ങനെ ഒരു ജീവിതം നയിക്കുന്നതാണ് ശരി. ആ ശരിയായിട്ടുള്ളത് ചെയ്ത് തെറ്റായിട്ടുള്ളത് ഉപദേശിച്ചു കൊടുക്കുന്നതിനെതിരെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് യോഗ ചെയ്യുമ്പോൾ ഒരാളുടെ അസുഖമേ മാറിയുള്ളൂ എങ്കിൽ അത് സ്വീകരിക്കാം. അതിന് സൈഡ് ഇഫക്റ്റ് ഇല്ല. പ്രാണിക് ഹീലിംഗ് ചെയ്യുമ്പോൾ അത് പ്രയോജനം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ധ്യാനിക്കുമ്പോൾ പ്രയോജനം ഉണ്ടെങ്കിൽ ചെയ്യാം. അത് ചെയ്തിട്ട് പ്രയോജനം ഇല്ല എങ്കിൽ ചെയ്യാണ്ടിരിക്കുക. അതിന് വിശ്വാസം ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാതിരിക്കുക. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. മോഡേൺ മെഡിസിൻ കൊണ്ട് ചികിത്സിച്ച് ഭേദമാകണമെന്നൊന്നുമില്ല. എത്രയോ മരുന്നുകൾ ഒരു രോഗത്തെ ചികിത്സിക്കുന്നതിന് പകരം വേറൊരു രോഗമായിട്ട് മാറിയിട്ടുണ്ട്. ചില ഡോക്ടർമാർ കൊടുക്കുന്ന മരുന്നുകളുടെ പരിണത ഫലം രോഗം മാറി ആ രോഗി കിടപ്പിലായി. രോഗം മാറിയതുകൊണ്ട് എന്താ പ്രയോജനം? പിന്നെ ആ രോഗി എഴുന്നേറ്റിട്ടേ ഇല്ല. ഇതൊക്കെ സർവ്വസാധാരണമായി കണ്ടിട്ടും സയൻസ് അല്ലാത്തത് സ്വീകരിക്കരുത് എന്നൊക്കെ പറയുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, മറ്റുള്ളവരുടെ കാര്യം നോക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഒന്ന് പ്രവർത്തിച്ച് പുറത്ത് വേറൊന്ന് പ്രഖ്യാപിക്കുന്നവര് വീട്ടിലുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, ഞാൻ അതിനെതിരെ നിൽക്കില്ല എന്ന് കുറെ പുരോഗമനവാദികൾ പറയുന്നുണ്ട്. അപ്പൊ അവനവന്റെ ഭാര്യയെയും മക്കളെയും കുടുംബാംഗങ്ങളെയും പോലും മാറ്റാൻ കഴിവില്ലാത്തവര് നാട്ടുകാരെയൊക്കെ മാറ്റാൻ ഇറങ്ങി പുറപ്പെട്ടാല് സംഭവിച്ചതാണ് പല സംഘടനകൾക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രണാമം, നമസ്കാരം.